ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, പക്ഷേ ഇന്ന് കോൺഗ്രസിന്റെ നിലപാട് പറഞ്ഞിരുന്നു, ED ഇവിടെ ഇടപെട്ടത് പതിവ് പോലെ ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ, വിമർശനം ഉയർത്തി കഴിഞ്ഞാൽ കേന്ദ്ര ഏജൻസികൾ റെയ്ഡുമായിട്ട് വീട്ടിൽ വരും. അതാണ് ഇപ്പോൾ ഗോകുലം ഗോപാലിനെതിരെയും പൃഥ്വിരാജിനെതിരെയുള്ള നോട്ടീസിന്റെ രൂപത്തിലും വന്നിരിക്കുന്നത് എന്ന്. എന്താണ് അങ്ങനെ ഒരു നിലപാടിന് കാരണം? പക്ഷെ ഇവിടെ പറയുന്നു, ഇപ്പോൾ വിനു പറയുന്ന കാര്യം എന്ന് പറയുന്നത് അന്വേഷണം നടക്കട്ടെ. അല്ല, അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ളത് എന്റെ വിഷയമല്ല. നമ്മളൊക്കെ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്ത വലിയ ഒരു കുംഭകോണമായിരുന്നു ആദർശ് ഫ്ളാറ്റ് ഇടപാട്. മഞ്ജുഷും ഞാനും ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് കേൾക്കാറുണ്ടോ? വ്യാപം അഴിമതി, അതിപ്പോൾ കേട്ടിട്ടുണ്ടോ? ആസാമിലെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഹിമന്തകുമാർ ബിശ്വ ശർമ്മയ്ക്കെതിരെ വന്ന ഏകദേശം 500 കോടി രൂപയോളം വന്ന ഒരു വലിയ അഴിമതി കേസ് പിന്നെ ചർച്ച ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് അലക്കി വെളുപ്പിച്ച ഒരുപാട് കേസുകളുണ്ട്. ആ വാഷിംഗ് മെഷീനെ പ്രൊവൈഡ് ചെയ്തത് ED ആയിരുന്നു. ഒരു ദിവസം കൊണ്ടാണ് അശോക് ചവാന്റെ നേരെയുള്ള ആദർശ കുംഭകോണം അവസാനിച്ചു പോയത്. എന്നാൽ ചില ആളുകൾ ED വന്നപ്പോൾ ധൈര്യപൂർവ്വം നിന്നു, അതിനോട് പോരടിച്ചു, ജയിലിൽ കിടന്നു. പി ചിദംബരം ഏകദേശം 100 ദിവസത്തിലധികം ജയിലിൽ കിടന്നു. കർണാടകയുടെ ഉപമുഖ്യമന്ത്രി PCC പ്രസിഡന്റ് DK ശിവകുമാർ അതിലേറെ ദിവസങ്ങൾ ജയിലിനകത്ത് കിടന്നു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും EDയുടെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ഹാജരായി. ED എന്ന വണ്ടി പല മുറ്റത്തേക്കും കടന്നു വന്നിട്ടുണ്ട്. വരുന്നതിന് മുമ്പ് ചില ആളുകൾ നയം മാറ്റിയിട്ടുണ്ട്, ചില ആളുകൾ വന്നതിന് ശേഷം നയം മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ നിഷ്കളങ്കരായി മറുപടി പറയുന്ന ആളുകൾക്ക് ഞാൻ മറുപടി പറയാനില്ല. ഇന്ത്യയിലെ ഈ തട്ടിപ്പൊക്കെ കണ്ടുപിടിക്കപ്പെടണം എന്നാണ് പറയുന്നത്. ഏതായാലും ആ കൂട്ടത്തിലേക്ക് കൊടകര കൂടി ഉൾപ്പെടുത്തിയാൽ നല്ലതാണ്. അങ്ങ് കോഴിക്കോട്ടുനിന്ന് ഒരു ചങ്ങാതി തുഷാർ വെള്ളാപ്പള്ളിയുടെ ബിൽഡിംഗ് വാങ്ങാൻ വേണ്ടി കൊണ്ടുപോയ പണമാണ് ED പിടിച്ചത് എന്നാണ് ഏറ്റവും പുതിയ വേർഷൻ വന്നിരിക്കുന്നത്. ഞങ്ങളൊക്കെ അന്നേ പറഞ്ഞതാണ്. എമ്പുരാൻ സിനിമ കണ്ട ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്, പൃഥ്വിരാജും മോഹൻലാലും ഗോകുലം ഗോപാലനും ആന്റണി പെരുമ്പാവൂരും EDയുടെ വണ്ടി പ്രതീക്ഷിച്ച് ഇരുന്നോ എന്ന് ഞാനത് കുറിച്ചിട്ടുണ്ട്. അത് ഞാനൊരു സാധാരണക്കാരനാണ്, കുറിച്ചിട്ടുണ്ട്. അത് കുറിക്കാത്ത ആളുകൾ ഇല്ല. കാരണം നമ്മൾ കാണുന്ന ചരിത്രം അതാണ്. കുറച്ചു കാലമായി സംഘപരിവാർ ശക്തികൾ ഭരിക്കുന്നത് ഈ ഏജൻസിയെ വെച്ചിട്ടാണ്. ഈ ഏജൻസിയെ വെച്ചിട്ടാണ് ബിരേൻ സിംഗ് ആണെങ്കിലും ഹിമന്ത ബിശ്വ ശർമ്മയാണെങ്കിലും അശോക് ചവൻ ആണെങ്കിലും ഒരുപാട് ആളുകളെ മാറ്റി വെളുപ്പിച്ച് രാഷ്ട്രീയമാക്കിയത്. ഓപ്പറേഷൻ ലോട്ടസ് എത്രയോ കാലമായി നമ്മൾ കേൾക്കുന്നുണ്ട്. കർണാടകയിലെ ഒരു ഭരണത്തെ തന്നെ മാറ്റിമറിച്ച ഓപ്പറേഷൻ ലോട്ടസ്. അവരൊക്കെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ED വണ്ടി വരുന്നു, പണം വേണോ ഭരണം വേണോ, EDയുടെ കാര്യം പറഞ്ഞ് ജയിലിൽ കിടക്കണമോ. ഇത് BJP എത്രയോ കാലമായി ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. നേരത്തെ ആരോ ചോദിച്ചു, പണ്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. പണ്ടൊന്നും കണ്ടിട്ടില്ല. ഇതിനെ രാഷ്ട്രീയത്തിലേക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചിട്ടായിരുന്നുവെങ്കിൽ ദീർഘകാലം ഭരിക്കാൻ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സാധിക്കുമായിരുന്നു. എതിരാളികളെ ഇല്ലാതാക്കലിന്റെ പേരല്ല ജനാധിപത്യം. എതിരാളികളെ കേൾക്കുന്നതിന്റെ പേരാണ് ജനാധിപത്യം. അതറിയണമെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ പറ്റി കുറച്ചുകൂടിയൊക്കെ നമ്മൾ വിശകലനം നടത്തണം. ചരിത്രത്തെ വളച്ചൊടിച്ച സിനിമ എന്നൊരാൾ പറയുന്നു, മറ്റൊരാൾ പറയുന്നു ആ സിനിമയ്ക്ക് കഥയില്ല, ആ സിനിമയ്ക്ക് തിരക്കഥയില്ല, ആ സിനിമയ്ക്ക് പ്രേക്ഷകരില്ല, ചായ കുടിക്കാൻ ആൾ വന്നിട്ടില്ല. അതുതന്നെ ഞാനും കണ്ടതാണ് ആ സിനിമ. 743 സിനിമ കോഴിക്കോട്ടങ്ങാടിയിൽ ഇറങ്ങുന്ന തിയേറ്ററുകൾക്കകത്തുള്ള ടിക്കറ്റ് നോക്കി എടുത്തിട്ട് പോയ ടിക്കറ്റ് കണ്ട ആളാണ് ഞാൻ. കണ്ടെടുത്ത് കോഴിക്കോട്ട് ബ്ലൂ ഡയമണ്ട് അകത്ത് ആളെ കാണാത്ത സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ സംഘപരിവാർ ശക്തികൾക്ക് ഈ സിനിമ മാത്രമല്ല, നമ്മളൊക്കെ മഞ്ജുഷ് ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ നമ്മൾ സംഘപരിവാർ പേടിക്കുന്ന ചിലതുണ്ട്. കാരണം എന്താണ്? സംഘപരിവാർ കുറെ കാലമായി വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ചരിത്രമുണ്ട്. ചരിത്രമല്ല, പുതിയ കഥയുണ്ട്. ആ കഥയ്ക്ക് ചരിത്രം എന്ന് അവർ പേരിട്ടതാണ്. അത് സമീപകാലത്ത് സംഭവിച്ചതാണ്, ദീർഘകാലം മുമ്പ് സംഭവിച്ചതല്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്ന് ഒരു 87-ലോ 88-ലോ ആണ് 1921 എന്ന സിനിമ ഇറങ്ങിയത്. IV ശശിയാണ് സംവിധായകൻ, T ദാമോദരനാണ് തിരക്കഥാകൃത്ത്, മമ്മൂട്ടിയാണ് അഭിനയിച്ചത്. ആ സിനിമ കണ്ട് ഇറങ്ങിയ ആളുകളുടെ മനസ്സിനകത്തേക്ക് വാര്യകുന്നത്ത് കുഞ്ഞമ്മദാജി എന്നാൽ ധീരനായ ഒരു ദേശാഭിമാനിയായിരുന്നു. ബ്രിട്ടീഷ് പോലീസ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സമയത്ത് അദ്ദേഹം പറയുന്നു, എന്റെ കണ്ണ് കെട്ടണ്ട, എന്നെ പിറകിൽ നിന്ന് വെടിവെക്കണ്ട, എന്നെ മുന്നിൽ നിന്ന് വെടിവെച്ചാൽ മതി. ഇതൊക്കെ കേട്ട് പുറത്തിറങ്ങിയ ആളുകൾക്ക് ഒരു വല്ലാത്ത വൈകാരിക തലമുണ്ടായിരുന്നു. കൃത്യം 32 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകൻ എന്ന് പറയുന്ന ആഷിഖ് അബു ഇതേ സിനിമ
ഇതേ സിനിമ ഇതേ പൃഥ്വിരാജിനെ വെച്ച് എടുക്കാൻ ശ്രമിച്ചു. എല്ലായിടത്തും പോസ്റ്റർ വന്നു. വാര്യൻ കുന്നൻ അതായിരുന്നു ആ സിനിമയുടെ പേര്. ആ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദിവസം ആഷിഖ് അബു പ്രഖ്യാപിച്ചു, ഞാൻ ഈ സിനിമയിൽ നിന്ന് പിന്മാറുന്നു. പൃഥ്വിരാജ് പ്രഖ്യാപിച്ചു, ഈ സിനിമ എടുക്കാത്തതിൽ എനിക്ക് പ്രയാസമുണ്ട്, പിന്മാറുന്നു. ആഷിഖ് ബാബു പിന്നീട് വിശദീകരിച്ചു, അത്രക്കേറെ വലിയ സൈബർ അറ്റാക്കാണ് ഞാൻ നേരിട്ടത്, അതുകൊണ്ട് പിന്മാറുന്നു. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് നടന്ന ചരിത്രത്തെ പുനരാവിഷ്കരിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥ ചരിത്രത്തെ പുനരാവിഷ്കരിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത 15 കൊല്ലമായി അവരുണ്ടാക്കിയിരിക്കുന്ന തെറ്റായ ചരിത്രകഥകൾ നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ചരിത്രം വരുന്നതിനെയാണ് സംഘപരിവാർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. എന്നെ പോലെയുള്ള ആളുകളുടെ കണ്ണിന്റെ മുന്നിലൂടെയാണ് ഗുജറാത്തിലെ വംശഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നത്. പക്ഷേ ഈ എമ്പുരാൻ സിനിമ കാണാൻ പോയ 25 വയസ്സിന് താഴെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബജ്രംഗി ഒരു കഥാപാത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നരോധപാട്യ ഒരു സംഭവമാണ്, പുതിയ സംഭവമാണ്. അതൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന ഒരു ചിന്ത വരുന്നു. അതിലേക്ക് പുതിയ രാഷ്ട്രീയത്തിനെ ഇന്നലെ അവർ വായിച്ച ആദർശ് കുംഭകോണത്തിലെ അല്ലെങ്കിൽ DK ശിവകുമാറിന്റെ അല്ലെങ്കിൽ ചിദംബരത്തിന്റെ വീട്ടിലേക്ക് വന്ന NIA-യുടെയും ED-യുടെയും വണ്ടിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് പുതിയൊരു തലമുറ അവർ പോലും ആരാധിച്ചിരുന്ന ഈ സംഘപരിവാർ ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾക്കെതിരെ ചിന്തിക്കും എന്ന നില വന്നപ്പോൾ അവിടെ കൃത്യമായി ഇടപെട്ടു. ആദ്യം വെട്ടിച്ചു, മുറിപ്പിച്ചു. അതിനുശേഷം ഇനി ഗോകുലഗോപാലൻ സിനിമ എടുക്കണ്ട, പൃഥ്വിരാജ് അഭിനയിക്കണ്ട എന്ന വളരെ വാശിയോടുകൂടി നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ ആദ്യത്തെ 15ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന വാസ്കോഡ ഗാമയുടെ പോർച്ചുഗീസുകാരെടുക്കുന്ന നിലപാടുണ്ട്, എതിർക്കുന്നവന്റെ കൈയും കാലും തലയും വെട്ടുക. അതിനുശേഷം ഡച്ച് എടുത്തതും ഫ്രഞ്ച് എടുത്തതും അവസാനം ബ്രിട്ടീഷുകാരെടുത്തതും നയം അതായിരുന്നു. ആ നയത്തിന്റെ മറ്റൊരു ആവർത്തനം മാത്രമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ആവർത്തനം എടുക്കുന്നു. 2 എതിർ ശബ്ദങ്ങളെ കേൾക്കുകയല്ല, എതിർ ശബ്ദങ്ങളെ